സ്നേഹമുള്ളവർ, നിങ്ങൾക്ക് ഏർക്കും യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള സ്നേഹം. ഇന്ന് ഉയർപ്പിന്റെ സുദിനമാണല്ലോ. ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ലും അപ്പോസ്തല വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനവുമാണ് ഉയർത്ത ക്രിസ്തു എന്നുള്ളത്. പൗലൂസ് 1 കൊരിന്ത്യർ 5:14 പറഞ്ഞു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം എന്നുള്ളതാണ്. മരണത്തിന്റെ അതിർവരുമ്പുകളെ ഭേദിക്കുന്ന ജീവന്റെ വിജയാഘോഷമാണ് ഉയർപ്പ് എന്ന് പറയുന്നത്. പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടുള്ള അത്ഭുതമാണ് ഉയർപ്പ്. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെയെന്ന് വെല്ലുവിളിച്ചുകൊണ്ട്, മരണത്തെയും പാതാളത്തെയും തോൽപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ളതാണ് വിജയധ്വനിയാണ് ഈ ഈസ്റ്റർ എന്ന് പറയുന്നത്. ഏതൊരു ഉപജാപവിദ്യത്തിനും കുതന്ത്രത്തിനും തെറ്റിദ്ധരിപ്പിക്കലിനും അസത്യത്തിനും രാഷ്ട്രീയ അരാജകത്വത്തിനും വഴിയും സത്യവുമായ ജീവനുമായ യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിനെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് ഈ ലോകത്തോട് വിളിച്ചു പറയുന്ന ഉയർപ്പിൻ്റെ സന്തോഷമാണ്. അതോടൊപ്പം ഏതൊരു അസത്യത്തിനും കള്ളത്തനത്തിനും അപ്പുറമായി സത്യത്തിന് വിജയം എപ്പോഴും ഉണ്ട് എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുന്നതിൻ്റെ അടയാളം കൂടെയാണ് ഈ ഉയർപ്പ് എന്ന് പറയുന്നത്. യേശു ക്രിസ്തുവിൽ കൂടെയുള്ള വിശ്വാസം, അതുപോലെ ഉയർത്തെഴുന്നേൽപ്പിൽ കൂടെയുള്ള പ്രത്യാശയും നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഉയർപ്പിൽ കൂടെയാണ്. വിശ്വാസത്തിൻ്റെ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ല എങ്കിൽ നമ്മുടെ വിശ്വാസവും പ്രശംസയും പ്രസംഗവും എല്ലാം വ്യർത്ഥമെന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രം ഈ ഒരു പ്രത്യാശയാണ്, യേശു ക്രിസ്തുവിലുള്ള ഉയർപ്പിന്റെ അടയാളം എന്ന് പറയുന്നത്. 1 കൊരിന്ത്യർ 15:54 പറയുന്ന പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ദ്രവത്വമായുള്ള ആ ഒരു അവസ്ഥയിൽ നിന്ന് അദ്രവത്വത്തിലേക്കും മർത്യമായ അവസ്ഥയിൽ നിന്ന് അമർത്യത്തിലേക്കും നീ ധരിക്കും. ആ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീ ജയം വന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. അതൊരു ജയത്തിന്റെ ആഘോഷമാണ്, വിജയത്തിന്റെ ആഘോഷമാണ്. മരണത്തിന്മേലും അന്ധകാര ശക്തികളിന്മേലും അടിമത്തത്തിൽ മേലുമുള്ള വിജയത്തിന്റെ ആഘോഷമാണ് ഈസ്റ്റർ എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ട 3 ചിന്തകൾ. ഒന്നാമതായി, ഒരു വളരെ വലിയ സമാധാനമാണ് ഈ ഒരു ഈസ്റ്റർ സന്ദേശമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുക. ആ ഭയത്തിൻ്റെയും നിരാശയുടെയും എല്ലാ ആകുല ചിന്തയുടെയും അടിമത്തത്തിലായിരുന്ന ആ ശിഷ്യഗണത്തെ യേശുക്രിസ്തു അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, നിങ്ങൾക്ക് സമാധാനം, ഭയപ്പെടേണ്ട എന്ന് പറയുന്നത്. ആ ഭയത്തിൻ്റെ അനുഭവത്തിൽ നിന്നുള്ള വിടുതലാണ്, ഒരു വലിയ സമാധാനത്തിൻ്റെ അനുഭവമാണ് ഈസ്റ്ററിൻ്റെ അനുഭവം. നമ്മുടെ ജീവിതത്തിലും ഈ സമാധാനത്തിൻ്റെ അനുഭവം നമുക്ക് ദൈവം നൽകുകയാണ്. ഭയത്തിൻ്റെയും ഈ ഒരു വിഷമതയുടെയും ആകുല ചിന്തകളുടെയും ആ ഒരു നിരാശയുടെ അനുഭവത്തിൽ നിന്ന് ഒരു പുതിയ പ്രത്യാശയുടെ അനുഭവം, ഒരു പുതിയ പ്രതീക്ഷയുടെ കിരണങ്ങൾ അനുഭവം, സമാധാനത്തിൻ്റെ അനുഭവം ഇവിടെ നൽകുകയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അതാണ് ലോകത്തിലെ ഈ ഒരു ഉയർപ്പ് നൽകുന്ന ഒന്നാമത്തെ ആ ഒരു വലിയ സന്തോഷത്തിൻ്റെ അനുഭവം. രണ്ടാമതായി, വാഗ്ദാനം നൽകിയാണ്, ഒരു ഗ്രേറ്റ് പ്രോമിസസ്. ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരോട് കണ്ടപ്പോൾ യേശു പറയുന്ന ഒരു വാക്കാണ്, യേശു ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതാണ്. യേശു ക്രിസ്തു പിരിഞ്ഞു പോകുമ്പോൾ യേശു ക്രിസ്തു നൽകിയ വാഗ്ദത്തമാണ് പ്രിയമുള്ളവർ നമ്മുടെ ജീവിതത്തിലും വളരെ വളരെ വിലപ്പെട്ട ഒരു വാഗ്ദാനമായിട്ട് നമുക്ക് ഏറ്റെടുക്കുക. ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും, ഏത് ക്രൂശിൻ്റെ അനുഭവങ്ങളിലും ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഞാൻ ഈ ക്രൂശിൻ്റെ അനുഭവങ്ങളെല്ലാം അതിജീവിച്ച യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവാണ് നമ്മോട് കൂടെ ഉള്ളത്. നമ്മോട് കൂടെ എപ്പോഴും കൂടെയുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം ദൈവം നമുക്ക് നൽകി നമ്മെ വഴി നടത്തുന്ന യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് ഈ ഒരു വലിയ സമാധാനം, ഈ ഒരു വലിയ വാഗ്ദത്തിൽ കൂടെ നമുക്ക് നൽകുന്നത്. യേശു ക്രിസ്തു ഈ സുദിനത്തിൽ നമുക്ക് നൽകുന്ന വാഗ്ദത്തം നമുക്ക് ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആദ്യത്തോടെ നമ്മോട് കൂടെ ഇരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ പരിചയം, എൻ്റെ പാറയും എൻ്റെ രക്ഷയും എൻ്റെ കൊമ്പും എൻ്റെ രക്ഷയായ ദൈവവുമെന്ന് ദാവീദ് പറയുന്നത് പോലെ നമുക്ക് ഏത് സാഹചര്യങ്ങളും ആ ഒരു ദൈവികമായിട്ടുള്ള സാന്നിധ്യത്തിൽ അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ മുറുകെ പിടിപൂട്ടിക്കൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. യഹോവ എപ്പോഴും മുൻപിൽ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ പതറിപ്പോവുക ഇല്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെയും ധൈര്യത്തോടുകൂടിയും ദൈവിക വാഗ്ദാനത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ ഈ ഈസ്റ്റർ സദനം നമുക്ക് സഹായിക്കട്ടെ. മൂന്നാമതൊരു ഗ്രേറ്റ് പെർസ്പെക്റ്റീവ്, ഒരു പുതിയൊരു കാഴ്ചപ്പാട്, പുതിയൊരു നവദർശനം നമുക്ക് നൽകുകയാണ് ഈ ഒരു ഈസ്റ്റർ സദനം കൂടെ. യേശു ക്രിസ്തു ആ ഒരു ഉയർപ്പിന് ശേഷം അനേക ശിഷ്യന്മാർ പഴയ സാഹചര്യങ്ങളിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിൽ വീണ്ടും അവരെ ചെന്ന് കണ്ട് മീൻപിടുത്തക്കാരനായിട്ട് വീണ്ടും ജീവിക്കേണ്ടതല്ല, മറിച്ച് നിങ്ങൾക്കൊരു ഒരു വലിയ ഉദ്ദേശമുണ്ട്, ഒരു വലിയ ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കുവാനുണ്ട്, നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അതുകൊണ്ട് ഒരു പുതിയ ദിശാബോധം നൽകിയാണ് യേശു ക്രിസ്തു ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ ഒരു സാഹചര്യത്തിൽ യേശു ക്രിസ്തു നമ്മോട് കൂടെ ഉണ്ട് പ്രിയമുള്ളവർ. ഭയപ്പെടാതെ നമ്മെ ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്ന സാഹചര്യങ്ങൾ, വാഗ്ദത്തം നൽകി മുന്നോട്ട് നയിക്കുന്ന സാഹചര്യങ്ങളും അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു പെർസ്പെക്റ്റീവ്, ഒരു പുതിയൊരു മിഷൻ ദൈവം നമുക്ക് നൽകുകയാണ്. അവസാനം യോഹന്നാൻ സുവിശേഷം 20:21 യേശു ക്രിസ്തു വീണ്ടും രണ്ടാമത്
സമാധാനം ആശംസിച്ചുകൊണ്ട് പറയുകയാണ്, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഒരു മിഷൻ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. യേശുക്രിസ്തുവിനെ ഈ ലോകരക്ഷിതാവായി ഈ ലോകത്തിൽ അയച്ചതുപോലെ ഈ ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് രക്ഷിതാവായ യേശുക്രിസ്തുവിനെ വിളംബരം ചെയ്യുന്നതിനുള്ള ഒരു പുതിയ ദൗത്യം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ യേശുക്രിസ്തു പറയുന്ന ഒരു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു എന്ന് പറഞ്ഞു പോവുകയാണ്. ആ ഒരു വലിയ നിയോഗം അവിടെ പറയുകയാണ്. ആ ഒരു വലിയ നിയോഗത്തിൽ ദൈവം പുറപ്പെട്ടു പോകുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഒരല്പം കൂടെ മുന്നോട്ട് പോകുവാൻ, ദൈവികമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി മറ്റുള്ളവരെയും ദൈവിക ഭാഗത്തിലോട്ട് കൊണ്ടുവരുവാൻ ആ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഈ ഒരു ഈസ്റ്റർ സുദിനം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്, നമ്മെ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ഒരു വലിയ സമാധാനത്തിൽ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് നയിക്കാം. ദൈവികമായിട്ടുള്ള വലിയ വാഗ്ദത്തത്തിൽ നമുക്ക് മുറുകെ പിടിക്കാം. അതോടൊപ്പം ദൈവികമായിട്ടുള്ള വലിയ ദിശാബോധം നമുക്ക് നൽകിക്കൊണ്ട് ഒരു വലിയ ദൗത്യം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഈ ഒരു ഈസ്റ്റർ സുദിനം, ഉയർപ്പിൻ്റെ സുദിനം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.